പത്തനംതിട്ട നഴ്സിംഗ് കോളേജിലെ ഉറ്റ സുഹൃത്തുക്കളായ 4 പെൺകുട്ടികൾ അമ്മു, അലീന, അക്ഷിത, അഞ്ജന. പഠിക്കാൻ മാത്രമല്ല കോളേജിലെ എല്ലാ കാര്യങ്ങളിലും മിടുക്കികളായിരുന്നു 4 പേരും. ഹോസ്റ്റലിൽ ഒരുമിച്ച് താമസം. ഇവരുടെ ക്ലാസ്സിൽ നിന്ന് കുട്ടികൾ ടൂർ പോയപ്പോൾ അതിന്റെ കോർഡിനേറ്റർ അമ്മുവായിരുന്നു. അവിടെ തുടങ്ങിയതാണ് 4 കൂട്ടുകാരികളും തമ്മിലുള്ള പ്രശ്നം. അതിനിടെ ലോഗ് ബുക്ക് കാണാതായതുമായി ബന്ധപ്പെട്ട തർക്കം കൂട്ടുകാരികൾ കള്ളി എന്ന് വിളിച്ച് ആക്ഷേപിച്ചത്. ഇതൊക്കെ അമ്മുവിനെ വല്ലാതെ തളർത്തിക്കാണും. പിന്നാലെയായിരുന്നു ദുരൂഹ മരണം. ഈ കേസിൽ സഹപാഠികളായ 3 പേരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തി കോടതി റിമാൻഡ് ചെയ്തു. അമ്മുവിന്റെ മരണത്തിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടെന്നും കോളേജിന് വീഴ്ച സംഭവിച്ചതുമാണ് കുടുംബത്തിന്റെ ആക്ഷേപം. നാല് വർഷത്തെ നഴ്സിംഗ് പഠനം പൂർത്തിയാക്കി ഇന്ന് വീട്ടിലേക്ക് മടങ്ങിയെത്തേണ്ടതാണ് അമ്മു. എന്നാൽ സഹപാഠികളുടെ ക്രൂരതയിൽ അവൾ ഇല്ലാതായതോടെ കണ്ണീർ കയത്തിലാണ് സജീവന്റെ കുടുംബം. പത്തനാപുരം കുണ്ടയം സ്വദേശി അലീന, ചങ്ങനാശ്ശേരി സ്വദേശി അക്ഷിത, കോട്ടയം അയർക്കുന്നം സ്വദേശി അഞ്ജന. ഈ 3 സഹപാഠികളുടെ അറസ്റ്റ് മകളുടെ മരണത്തിന് ചുരുളഴിക്കുമെന്ന് ഉറപ്പിക്കുന്നു ഇവർ. ഒക്ടോബറിൽ തുടങ്ങിയതാണ് അമ്മുവിനോടുള്ള ക്രൂരതയെന്ന അച്ഛൻ. നിരന്തരം ഈ 3 സംഘത്തെപ്പറ്റി മകൾ പരാതിപ്പെട്ടിരുന്നു. ഹോസ്റ്റലിൽ നിന്ന് സെക്കൻഡ് ഷോയ്ക്ക് പോകാൻ നിർബന്ധിച്ചപ്പോൾ എതിർത്തതാണ് തുടക്കം. പിന്നീട് ടൂർ കോർഡിനേറ്ററായി തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ പക മർദ്ദനത്തിലേക്കെത്തി. ഈ പോയത് അമ്മു പറഞ്ഞതിനെ തുടർന്നുണ്ടായ ഈ സെക്കൻഡ് ഷോയ്ക്ക് പോയ കാര്യം ക്ലാസ് ടീച്ചറിനെ അമ്മു അറിയിച്ചതിന്റെ പേരിലുണ്ടായ പ്രശ്നങ്ങളാണ്. പിന്നെ അതാണ് തുടക്കം. പിന്നെ ചെറിയ ചെറിയ ഓരോ കാര്യങ്ങൾ ഉണ്ടാക്കി ഇവളെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുകയായിരുന്നു. ഈ അഞ്ജന എന്ന് പറയുന്ന കുട്ടി അവിടുത്തെ ഹോസ്റ്റലിലെ പഴയ ലീഡറാണെന്നാണ് പറയുന്നത്. അങ്ങനെ ഇവളുടെ റൂം തല്ലി തുറന്ന് കയറി ഇവളെ പിടിച്ചോലിക്കുക, എന്തൊക്കെയോ ചെയ്തു ഇവളെ. അന്ന് ക്ലാസ് ടീച്ചർ ഇടപെട്ട് താക്കീത് നൽകിയെങ്കിലും വേട്ടയാടൽ തുടർന്നു. എല്ലാ കാര്യങ്ങളും വീട്ടുകാരെ അറിയിച്ചിരുന്നു അമ്മു. ഇതാണ്ട് അമ്മു അവർ വിളിക്കുന്നെന്ന് പറഞ്ഞു. ഇവളെ പേടിച്ചാണ് ചെന്നത് വാഷ്റൂമിൻ്റെ അവിടെ ഇട്ട് അവരുടെ ഉപദ്രവിച്ചു. അവൾ ഓടി. അന്നേരം ഈ ആശയാണ് കയറി പിടിച്ചത് ഈ മറ്റുള്ള അടിക്കാനായിട്ട്. അന്നേരം ഓടി ചെന്ന് ക്ലാസ് ടീച്ചറുടെ റൂമിൽ ചെന്ന് കയറിയപ്പോഴത്തേക്ക് വീണ്ടും മുളപിടിയിലെന്നും പറഞ്ഞിട്ട് ഇവളങ്ങ് വളരെ പാനിക്കായിരുന്നു. കാരണം ഒരു 10-21 വയസ്സുള്ളൊരു കുട്ടിയല്ലേ. അന്നേരം ഇത് 3 പേരും കൂടി ഇങ്ങനെ നിരന്തരം അവളെ വേട്ടയാടുന്നുള്ളൊരു പദം വേണമെങ്കിൽ തന്നെ നമുക്ക് ഉപയോഗിക്കാം. അന്നേരത്തേക്ക് ഇവരെ ചെന്ന് വാൺ ചെയ്ത് ആ ഇഷ്യൂ അങ്ങനെ നിൽക്കുകയാണ്. ആത്മഹത്യാ പ്രേരണ ചുമത്തിയാണ് അറസ്റ്റെങ്കിലും കൊലപാതകമാണ് സംഭവിച്ചതെന്ന് ഉറച്ചു വിശ്വസിക്കുന്നു അമ്മുവിന്റെ സഹോദരൻ അഖില്. പ്രേരണ വെച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ ആദ്യം നമുക്ക് ഫസ്റ്റ് ഇപ്പം FIR രജിസ്റ്റർ ചെയ്യുമ്പോൾ ആദ്യത്തിനകത്ത് വന്നിരിക്കുന്നതാണ് ഒരു ആത്മഹത്യ അല്ലെങ്കിൽ അഗ്രിമെന്റ് ഓഫ് സൂസൈഡ്. അത് കഴിഞ്ഞിട്ട് ഇനി അങ്ങോട്ടേക്കുള്ള തുടർന്ന് അന്വേഷണങ്ങളിൽ ഉറപ്പെടും തെളിയും അതൊരു കൊലപാതകമായിരുന്നു എന്ന്. കാരണം ആദ്യം വന്ന സമയത്ത് ഇപ്പോഴത്തെ കുട്ടികളുടെ ബാക്കിയെല്ലാം വെച്ചിട്ട് അഗ്രിമെന്റ് ഓഫ് സൂസൈഡിൽ വരും. അത് കഴിഞ്ഞിട്ട് അത് ചേഞ്ച് ചെയ്ത് അതിന് മോട്ടിലോട്ട് വരും തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഐ ക്വിറ്റ് എന്ന ഡയറിയിൽ കുറിച്ചത് സഹോദരിയല്ല എന്ന് തെളിയിക്കാൻ കൈയക്ഷരം തെളിവായി നൽകുന്നു അഖിൽ. ഫോൺ ലോക്ക് ചെയ്യാതെ കിട്ടിയതിലും സംശയം ഉന്നയിക്കുന്നുണ്ട് കുടുംബം. ഹാൻഡ് റൈറ്റിംഗ് വ്യത്യാസം വന്നിട്ടുണ്ടായിരുന്നു. കാരണം ഒരു ഹാൻഡ് റൈറ്റിംഗ് ആയിരുന്നു അതിനകത്ത് എഴുതി വെച്ചിരുന്നു. പക്ഷേ അമ്മുവിന്റെ ഹാൻഡ് റൈറ്റിംഗ് അല്ല എന്ന് തന്നെ ഞാൻ ഉറപ്പിച്ച് വിശ്വസിക്കുന്നുണ്ട്. കോളേജ് പ്രിൻസിപ്പലിന്റെയും ഹോസ്റ്റൽ വാർഡന്റെയും കള്ളത്തരങ്ങൾ സത്യാവസ്ഥ മൂടിവെക്കാനാണ്. ഞാൻ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് കരുതുന്നത്. കാരണം ഒന്നത്തെ കാര്യം, പ്രിൻസിപ്പൽ സാർ വന്നിട്ട് ഇവിടെ ആദ്യത്തെ അമ്മുവിനെ കൊണ്ടുവന്ന ദിവസം ഇവിടെ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും കള്ളത്തരമാണ്. അതുപോലെ തന്നെ ഇവിടെ വന്നിട്ടുള്ള വാർഡൻ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും നമ്മുടെ അടുത്ത് വന്നിട്ട് സ്വീകാര്യത്തെ കാര്യവും അതുപോലെ എല്ലാ കാര്യങ്ങളും കള്ളത്തരം തന്നെയാണ്. എന്തോന്ന് മൂടി വയ്ക്കാം, അറസ്റ്റ് വയ്ക്കാമെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു. പോലീസ് അന്വേഷണത്തിൽ തൃപ്തരാണ് സജീവനും കുടുംബവും. പോലീസ് അറസ്റ്റ് ചെയ്ത 3 പ്രതികളെയും പ്രോസിക്യൂഷന്റെ എല്ലാ വാദങ്ങളും അംഗീകരിച്ച് റിമാൻഡ് ചെയ്തിട്ടുണ്ട്. അതിന്റെ അന്വേഷണാവസ്ഥയിലിരിക്കുന്ന കേസായതുകൊണ്ട് കൂടുതലായിട്ട് ഒന്നും തന്നെ ഇപ്പോൾ വെളിപ്പെടുത്താൻ കഴിയില്ല. കൃത്യമായ അന്വേഷണം അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ബാക്കി ചെയ്യുന്നതാണ്. ന്യൂസ് 18 തിരുവനന്തപുരം.